നടിയെ ആക്രമിച്ച കേസിൽ കോടതിക്കെതിരെ വിമർശനവുമായി ഇരയായ നടി കോടതിയിൽ നിന്നും ദുരനുഭവമാണ് ഉണ്ടായതെന്ന് നടി ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നു. കോടതിയിൽ നിന്നും ഇത്തരം അനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണെന്നും സത്യസന്ധനായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്നാണ് വിശ്വാസമെന്നും നടി പറയുന്നു. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. നടി ഈ അക്രമത്തിനിരയായ നടി ഇരുതരത്തിലാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. നടി ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായിട്ടുള്ള മെമ്മറി കാർഡ് കോടതിയുടെ കൈവശമിരിക്കെ ചോർന്ന സംഭവത്തിലാണ് ഇപ്പോൾ ഇരയായ അതിജീവിത ഒരു വിമർശനം സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ നടത്തിയിരിക്കുന്നത്. കോടതിക്കെതിരെയാണ് ഇവർ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. നീതിക്ക് കരുത്തു പകരേണ്ട കോടതിയിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരുമാണെന്നത് സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണെന്നും നടി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ വ്യക്തമാക്കുന്നു. എന്തായാലും സത്യസന്ധരായിട്ടുള്ള ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ല എന്ന വിശ്വാസത്തോടു കൂടി താൻ മുന്നോട്ട് പോകും, നിയമപരമായിട്ട് തന്നെ തന്റെ പോരാട്ടം തുടരുമെന്നാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലടക്കം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. 3 തവണ 2018 2 തവണയും 2021 അങ്ങനെ 3 തവണയാണ് ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്. ഇത് നിയമവിരുദ്ധമായിട്ട് തുറന്ന് പരിശോധിക്കപ്പെട്ടത്. അങ്കമാലി മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ലീന റഷീദും അതോടൊപ്പം തന്നെ വിചാരണ കോടതിയിലെ ശിരസ്തേദറും ജില്ലാ കോടതിയിലെ ബെഞ്ച് ക്ലർക്കുമാണ് നിയമവിരുദ്ധമായിട്ട് 3 തവണ ഈ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചത്. കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തെളിവ് അതിന്റെ എല്ലാ വിശ്വാസത്തെയും കാത്തുസൂക്ഷിക്കേണ്ടത് നീതിന്യായ വ്യവസ്ഥയാണ്. പക്ഷേ ആ കോടതിയുടെ മജിസ്ട്രേറ്റും കോടതിയിലെ ജീവനക്കാരും ഇത് നിയമവിരുദ്ധമായിട്ട് തുറന്ന് പരിശോധിച്ച ഒരു സാഹചര്യമുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ അതിജീവിതയുടെ ഹർജി നിലനിൽപ്പുണ്ട്. ആ ഹർജിയിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഒരു നിർണായകമായിട്ടുള്ള ഉത്തരവ് കൂടി പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കോടതി ജഡ്ജി ശേഖരിച്ചിട്ടുള്ള സാക്ഷിമൊഴികളുടെ പകർപ്പ് നടിക്ക് നൽകണമെന്നുള്ളതായിരുന്നു. രേഷ്മ, ഏതായാലും ഈ നീതി ഉറപ്പാക്കുന്നവരെ പലപ്പോഴും നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും നീതി ലഭിക്കുന്നില്ല, എങ്കിലും പ്രതീക്ഷ നഷ്ടപ്പെടുന്നില്ല. കാരണം സത്യസന്ധരായ ന്യായാധിപർ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്നാണ് നടി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത്. അപ്പോഴും നീതിക്കായുള്ള പോരാട്ടം തുടരും. സത്യസന്ധമായ ഉദ്യോഗസ്ഥരിൽ നിന്നും ന്യായാധിപന്മാരിൽ നിന്നും നീതി ലഭിക്കുമെന്ന് തന്നെയുള്ള പ്രതീക്ഷ തന്നെയാണ് നടി പങ്കുവെക്കുന്നത്, അല്ലേ? സുരേഷ്, ഈ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ അല്ലെങ്കിൽ മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ച സംഭവത്തിൽ തന്റെ സ്വകാര്യതയാണ് ഇല്ലാതെയായത്. ഭരണഘടന നൽകുന്ന അവകാശം ഇവിടെ ലംഘിക്കപ്പെട്ടു. അതും കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ കോടതിയിൽ നിന്നാണ് തനിക്ക് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായത്. എന്നിരുന്നാലും മേൽക്കോടതിയിൽ ഒരു വിശ്വാസമുണ്ട്, അതിന്മേൽ തുടർ പോരാട്ടം നടത്തുമെന്നുള്ളതാണ് നടി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും തന്റെ ഏറ്റവും വലിയ സ്വകാര്യതയായിട്ടുള്ള മെമ്മറി കാർഡ് അത് തുറന്ന് പരിശോധിച്ചത് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുകയാണ്. അതിൽ തനിക്ക് ഞെട്ടിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ദുരനുഭവമായിട്ടാണ് തനിക്ക് അത് തോന്നുന്നതെന്നും ഇക്കാര്യത്തിൽ നിയമ പോരാട്ടം തുടരുമെന്നുമാണ് നടി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇരയാക്കപ്പെട്ട അതിജീവൻ തന്നെ ഇത്തരത്തിൽ കോടതിക്കെതിരെ വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നത് ഏറെ സുപ്രധാനമാണ്. എന്തായാലും മുന്നോട്ട് പോകും, വിശ്വാസ്യത മേൽക്കോടതിയിൽ ഉണ്ട് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നടി ആക്രമിച്ച കേസിൽ കോടതിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇരയായ നടി ഉന്നയിച്ചിരിക്കുന്നത്. കോടതിയിൽ നിന്നും ദുരനുഭവമാണ് ഉണ്ടായതെന്നും നടി ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പറയുന്നു. കോടതിയിൽ നിന്നും ഇത്തരം അനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണെന്നും സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ല എന്നാണ് വിശ്വാസമെന്നും നടി പറയുന്നു. വിവരങ്ങളാണ് രേഷ്മ ബാബു നൽകിയത്.